കഴിഞ്ഞ മാസം കുഞ്ഞിന് വയ്യാതായപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ മാസം കുഞ്ഞിന് വയ്യാതാക്കുമ്പോഴും അതേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ മതിയാകുമോ? ഇതൊട്ടും സുരക്ഷിതമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ തവണ കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണ് ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് തന്നത്. ഇത്തവണ വൈറൽ ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാതെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പാടുള്ളതല്ല. സോ ഇമ്പോർട്ടൻ്റ്ലി ഡോക്ടറിനെ കാണിച്ചിട്ട് അത് ബാക്ടീരിയൽ ആണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിലും വയറിലുമുള്ള നല്ല ബാക്ടീരിയകൾക്ക് കേടുവരും. അതിന് 6 മുതൽ 8 ആഴ്ച എടുത്താലേ അത് തിരിച്ച് നോർമൽ ഗ്രോത്തിലോട്ട് വരികയുള്ളൂ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരേ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ആ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അതുകൊണ്ട് ഫലമേൽക്കാത്ത രീതിയിൽ ബാക്ടീരിയകൾ മാറും. അപ്പോൾ പിന്നെ നമ്മൾ ആ സിമ്പിൾ ആൻറ്റിബയോട്ടിക് ആയിരിക്കത്തില്ല, കൂടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഡോക്ടർ തന്നിട്ടുള്ള മരുന്നിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ പോലും ഡോക്ടറിനെ കാണിക്കാതെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ കൊടുക്കരുത്. ഡോക്ടർ തന്ന അതേ മരുന്ന്, ഡോക്ടർ തരുന്ന ഏത് മരുന്നാണോ ആ മരുന്ന് കറക്റ്റ് ഡോസിൽ, ഡോക്ടർ പറയുന്ന ഡോസിൽ എത്ര ദിവസം പറയുന്നു അത്രയും ദിവസം തന്നെ കൊടുത്ത് കോഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.